എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. ഏതു രാജ്യത്തിനും അഭയാർത്ഥി പ്രശ്നം എന്നും തലവേദനയായിരിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ മനുഷ്യത്വപരമായ സമീപനം കൈക്കൊണ്ടും പ്രായോഗികമായ പരിഹാരവിധികൾ തേടിയും അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുക എന്നതാണ് മാനവിക മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണകൂടങ്ങളുടെ ധർമ്മം. പക്ഷേ ഇക്കഴിഞ്ഞ 8-ാം തീയതി ലോക്സഭ പാസാക്കിയ പൗരത്വ ഭേദഗതി ബില്ല് വിവാദമാവുന്നത് ഇപ്പറഞ്ഞ പൊതുതത്വങ്ങൾ കൊണ്ടൊന്നുമല്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്ന മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നത് സംബന്ധിച്ച ഭേദഗതി ബില്ല് നീതീകരിക്കാനാവാത്ത വംശീയ വിവേചനത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നതിന് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കുപ്രസിദ്ധമായ മുസ്ലിം വിരോധമാണ് കാരണമെന്ന ന്യായം മതിയാവുകയില്ല. ഏതു സർക്കാരും ഭരണഘടനയോട് സമരസപ്പെട്ടുകൊണ്ട് മാത്രമേ ഏതു കാര്യത്തിലും തീരുമാനം കൈക്കൊള്ളാവൂ. എന്നാൽ പ്രകടമായ വിവേചനമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തിയത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്നതാണ് ഈ ബില്ല്. പുതിയ ഭേദഗതി പ്രകാരം രേഖകളില്ലെങ്കിലും 6 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയാൽ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്കെല്ലാം പൗരത്വം ലഭിക്കും. ഹിന്ദു, സിഖ്, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ, ജൈന മതവിഭാഗങ്ങൾക്ക് ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും. കോൺഗ്രസ്, തൃണമൂൽ, CPM തുടങ്ങി ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ബില്ലിനെതിരാണ്. NDA ഘടകകക്ഷികൾ പോലും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നു കഴിഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാന കക്ഷികളും ബില്ലിനെതിരാണ്. അസമിൽ അസം ഗണപരിഷത്ത് BJP സഖ്യത്തിൽ നിന്നും പിന്മാറി 3 സംസ്ഥാന മന്ത്രിമാർ രാജിവയ്ക്കുകയും ചെയ്തു. മേഘാലയ, ത്രിപുര, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന ദേശീയതാവാദങ്ങൾക്ക് ശക്തി പകരാനും ഒരു വേള പുതിയ സാഹചര്യം നിമിത്തമായേക്കാം. അസം ദേശീയ പൗരത്വ രജിസ്റ്റർ സൃഷ്ടിച്ച വിവാദ നടപടികളുടെ പുകപടലമടങ്ങും മുമ്പാണ് പുതിയ പൗരത്വ ഭേദഗതികൾ. 3.29 കോടി വരുന്ന അസം ജനതയിൽ 40 ലക്ഷത്തോളം പേരെ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ വെട്ടിമാറ്റിയാണ് കരട് പട്ടിക തയ്യാറാക്കിയത്. വംശീയ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവാദ നടപടികളിലൂടെ രാജ്യത്തിൻ്റെ യശസ്സും ശക്തിയും ഐക്യവുമാണ് വിവേകമില്ലാത്ത ഭരണാധികാരികൾ തകർക്കാൻ ശ്രമിക്കുന്നത്.